ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ ഈവനിങ്. ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഫേസ്ബുക്ക് മീഡിയനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ലിജി ചേച്ചിയുടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. എൻ്റെ വീഡിയോസിന് ആവറേജ് വ്യൂ ഡ്യൂറേഷനൊക്കെ വരുന്നത് ഏകദേശം 7 മിനിറ്റ് 44 സെക്കൻഡൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇട്ടാൽ ഇത് അതിനിടയ്ക്ക് മുങ്ങിപ്പോവും, പലരും കണ്ടെന്ന് വരില്ല. ദേ അവരെത്തി. ഞാൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവരിങ്ങോട്ട് എത്തിയപ്പോഴേക്ക് നല്ല മഴ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ കാറിൽ കയറി കുറച്ച് മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ. ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ഈ ഒരു വഴി നടന്ന് വേണം ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ട്. ഇന്ന് ഇവർ വരുന്ന കാര്യം വിളിക്കാനായിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചപ്പോൾ വേറൊരു രസം ഉണ്ടായി. ചേച്ചി എന്നോട് പറഞ്ഞു, മീഡിയ എന്നാണെന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് ചേച്ചീനോട് കുറേ അനാവശ്യമൊക്കെ സംസാരിച്ചു എന്ന്. ആ ബോട്ട് മുതലാളിയുടെയും ബോട്ടിൽ കൂടെ ഉണ്ടായിരുന്ന അത്രയും പേരിൽ ദുരൂഹതയുണ്ട്, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ എന്തിനാ കേസ് കൊടുക്കാതിരിക്കുന്നത്, നിനക്ക് നിൻ്റെ ഹസ്ബൻഡിനെ വേണ്ടാത്തതുകൊണ്ടാന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു വീടേ പട്ടിണിയായിട്ടുള്ളൂ. ആ ചേച്ചി എന്തിനാണ് ആ ബോട്ട് മുതലാളിയും ബാക്കിയുള്ള 14 പേരെയും പട്ടിണിയാക്കുന്നത്? പുള്ളി ആദ്യമായിട്ടാണ് ആ ഒരു ബോട്ടിൽ അങ്ങനെ ഒരു പണിക്ക് പോകണതെന്ന് ചേച്ചി തന്നെ പറയുന്നു. അതും പുള്ളിയുടെ കുമ്പാതിരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ. ആദ്യമായിട്ട് പോകുന്ന ഒരാളെ കൊല്ലാനും വേണ്ടിയിട്ട് അവർക്ക് എന്ത് വൈരാഗ്യം ഉണ്ടാവാനാ? 18-ാം തീയതി, കഴിഞ്ഞ മാസം ഈ ഓഗസ്റ്റ് 18-ാം തീയതിയാണ് എൻ്റെ ഭർത്താവ് ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ട് ബോട്ടിൽ പോയത്. 23-ാം തീയതി രാവിലെ 9:30 മണിക്കാണ് ആളിങ്ങനെ കടലിൽ നിന്ന് കാണാതെ, പണിക്ക് പോയിട്ടൊന്നും കാണാതെ മിസ്സിങ് ആയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ആങ്ങളെ വിളിച്ച് പറഞ്ഞത്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് ഞങ്ങൾക്ക് കൗൺസിലറും മറ്റേ പൊതുപ്രവർത്തകരൊക്കെ വന്നിട്ട് ഓരോ ആൾക്കാരെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ അറിയിച്ചു. ഇരേരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വേണ്ടി കേസ് കൊടുത്തു. ആൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഫിഷറീസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. DD ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് അവർ പറഞ്ഞത് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത് 400 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. യാത്ര, അതായത് ഇവർ 10 ദിവസം, ഞങ്ങൾ അറിഞ്ഞത് 1 മാസത്തെ പണിക്കാണ് പോകുന്നത്. അതായത് 10 ദിവസം പിടിക്കും ഇവർ ഈ പണി തുടങ്ങണമെങ്കിൽ, മത്സ്യബന്ധനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 10 ദിവസം പോകണം. 10 ദിവസം ചെന്നതിന് ശേഷമാണ് പണി തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഈ പോകുന്നതിൻ്റെ 4-ാമത്തെ ദിവസമാണ് ആളിനെ കാണാതെ പോയത്. അപ്പം ആ കാണാതെ പോയതോടെ തന്നെ അവർ പിന്നെ ആ ബോട്ടിലുള്ളവരെ അങ്ങോട്ട് വിട്ടില്ല. അവരവിടെ സ്റ്റേ ചെയ്യാണ് ചെയ്തത്. കാരണം കോസ്റ്റ് ഗാർഡ് പോലീസുകാരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ആളിൻ്റെ ഒരു വിവരം അറിയാതെ പോകാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഡേവിഡാണ് കൂടെ കൊണ്ടുപോയത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഡേവിഡ് ബോട്ട് കരയിൽ വന്നപ്പോൾ ഡേവിഡ് ഞങ്ങളെ വന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കാരണം അല്ലാതെ നമുക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവിടെ തുടർന്നാണ് കോസ്റ്റ് ഗാർഡ് പോലീസുകാർ അവിടെ എത്തിപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ ഇൻഫോം ചെയ്ത്, ഇരേവരം പോലീസ് സ്റ്റേഷനിലോ പരവൂർ പോലീസ് സ്റ്റേഷനിലോമാണ് ഇൻഫോം ചെയ്ത്. അവരാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ റോബിൻസ് എന്ന് പറഞ്ഞ ആളിനെ കാണുന്നില്ല, വീട്ടിലെങ്ങാനും വന്ന് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നറിയാം. അപ്പം നമ്മളും അങ്ങ് ആകെ ടെൻഷനായി ഇത് കേട്ടപ്പോൾ. അപ്പോൾ നമ്മളും ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, തിരക്കാം, കാരണം ചിലപ്പോൾ ഏതെങ്കിലും വീഴ്ചയിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോട്ടെങ്ങാനും പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിലെങ്ങാനും ആൾ പിടിച്ച് കയറിയിട്ടുണ്ടാകാം എന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റത്തില്ല. ഒരു കൊച്ചു ബോട്ടിന് പോലും ഈ 400 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരമുണ്ട്. അപ്പം ഈ പോയ ബോട്ട് ഉടമയ്ക്ക് 2 ബോട്ട് അഡീഷണൽ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് ആ 2 ബോട്ട് നമ്മൾ ഇത് അന്വേഷിക്കാൻ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ബോട്ട് ഉടമയുടെ നമ്പറൊന്നും എനിക്ക് അറിയത്തില്ല. ആകെ അറിയാവുന്നത് ഈ റോബിൻസിൻ്റെ കൂടെ പോയ ഡേവിഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ തലവട്ടപ്പനാണ്. അയാളുടെ നമ്പർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അയാളുടെ നമ്പറിൽ നമ്മളിങ്ങനെ തുടരെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് എല്ലാം സ്വിച്ച് ഓഫ്. അപ്പോൾ അയാളുടെ ഭാര്യയെ കോൺടാക്ട് ചെയ്തപ്പം ആ പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടത്തില്ല. അച്ചാച്ചൻ നാട്ടിൽ വരുമ്പം ബോട്ട് കരയിൽ വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും, അപ്പം ലിജിയെ വിളിക്കാൻ ഞങ്ങൾ എന്നാണ് പറഞ്ഞു. അപ്പം ഇവിടുന്ന് കൗൺസിലർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ പറഞ്ഞു നിങ്ങൾ കുളച്ചൽ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ പരാതി കൊടുക്കണം. ഓൾറെഡി പരാതിയെല്ലാം പോയിട്ടുണ്ട്, എന്നാലും കുളച്ചലിൽ നിങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡ് കരയിൽ വന്നു. 28-ാം തീയതി എങ്ങാനും ആണ്, എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 28-ാം തീയതി എങ്ങാനും ഡേവിഡ് വന്നു. അങ്ങനെ ഡേവിഡുമായിട്ട് ഞാൻ, ഡേവിഡിൻ്റെ വൈഫ്, എൻ്റെ ആങ്ങള റൊണാൾഡ്, ഞങ്ങൾ 4 പേരും കൂടി കുളച്ചൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസുകാർ പറഞ്ഞത് നമ്മളിത് തിരക്കിയപ്പം അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ നമ്മുടെ ചോദിച്ചത് ഈ പോയ 14 പേര് നിങ്ങൾക്ക് സംശയമുണ്ടോ, കാരണം 15 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ഈ 14 പേര് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം അങ്ങനെ നമുക്ക് സംശയം പറയാൻ, റോബിൻസ് ആദ്യമായിട്ടാണ് ഈ ബോട്ടിൽ പണിക്ക് പോകുന്നത്. അതായത് ഈ വലിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഈ ചെറിയ ബോട്ടുകളിൽ ഒരാഴ്ചത്തെ പണിക്ക് മരം തള്ളും, വള്ളത്തിൽ പോകും എന്നുള്ളതല്ലാതെ ഈ വലിയ ബോട്ടിലെ പണിക്ക് ആൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ സംശയം തോന്നാനായിട്ട് എനിക്ക് അവരെയൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല.
കാരണം പിന്നെ അവർക്ക് ഒരു മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മണിക്ക് കിടന്ന ഒരാളെ ഇടയ്ക്ക് വെച്ചെങ്കിൽ ആരെങ്കിലും ഒന്ന് എഴുന്നേൽക്കുമ്പോൾ നോക്കാമായിരുന്നു. അത് ആ പോലീസുകാർ കുളത്തിൽ പോലീസ് സ്റ്റേഷനിലെ സാറും പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അതിലൊരു അനാസ്ഥ കാണിച്ചു, നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് എല്ലാവരും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ എന്ന് വിളിച്ചിട്ട് ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തില്ല, നിങ്ങൾ കളക്ടറിന് പരാതി കൊടുത്തില്ല, നിങ്ങൾ DIGയെ കണ്ട് പരാതി കൊടുത്തില്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനെ കാണാതെ പോയപ്പോൾ ബേസ് അവർ കാണുന്നില്ല, ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ചെന്ന് എവിടെയെങ്കിലും ചെന്ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ 72 ദിവസവും ആൾക്കാരും ഈ മീഡിയക്കാരാണെങ്കിലും ഇപ്പോൾ ഈ ഭരണാധികാരികളാണെങ്കിലും പോയത്? അത് എനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല, ഇപ്പോഴും പറയുക. കാരണം ഞാനും എൻ്റെ കുടുംബവും ആ പയ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച വ്യക്തികൾ ഞങ്ങൾ കുടുംബക്കാരാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ പറഞ്ഞ കണക്ക് ആ പയ്യനും ജീവനോടെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിൽ എനിക്ക് അങ്ങനെ തിരക്കിയതിലുള്ള ഒരു കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരാളാണ് മത്സ്യത്തൊഴിലാളിയായ എൻ്റെ ഭർത്താവ്. അപ്പോൾ പോയിട്ട് ഇവിടെ ഒരു മീഡിയക്കാരെയോ ഈ പറഞ്ഞ പോലെ ഒരു ഭരണാധികാരികളെയോ ഒന്നും ഞാൻ കണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കലക്ടറേറ്റിൽ ഞങ്ങളുടെ ഇടവുകാരി ബെൻസൺ അച്ഛൻ പോയി, കുറേ പൊതുജനങ്ങളും ജനങ്ങളും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരെല്ലാവരും പോയി ഒരു സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ആ വീട് ഞങ്ങൾ വന്ന് സന്ദർശിക്കുന്നു. ഇവിടെ ഒരു കളക്ടർമാർ ഒരു ഭരണാധികാരികൾ ഈ അപകടം നടന്നൊരു വീട്ടിൽ തന്നു നമ്മൾക്കൊരു നല്ലൊരു വാക്ക് പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അന്വേഷണം ഞങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. മീഡിയയിലിട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു, പോയിട്ട് 1 മാസമായല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു. നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെ ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ദ്രോഹിക്കരുത്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഈ 400 നോട്ടിക്കൽ മൈൽ പോയ ആളിനെ എനിക്ക് എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ കൂടുതൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ആൾക്കാർക്ക് എളുപ്പമാണ്. എന്തുകൊണ്ടൊരു ഭരണാധികാരിയുടെ അടുത്ത് ഇതേ ചോദ്യം ആ ഭരണാധികാരികളോട് ചോദിച്ചില്ല? ഈ മത്സ്യത്തൊഴിലാളിയായ മക്കളുടെ കൂടെ ഏതിനും ഭരണാധികാരികളുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ഭരണാധികാരികളെയും കണ്ടില്ല. അപ്പം എന്തുകൊണ്ട് ഇതേ ചോദ്യം അവരോട് ചോദിക്കുന്നില്ല? എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോരുത്തരടുത്ത് പറയുന്നുണ്ട്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനും അറിയത്തില്ല, ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും കൂടി അറിയത്തില്ല. എൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കുന്നത്, ബാക്കി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ ചിലവുകളാണെങ്കിലും ഞാൻ മറ്റുള്ള വീടുകളിൽ ക്ലീൻ ചെയ്യാൻ പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇപ്പം എൻ്റെ കുടുംബക്കാർക്കോ എല്ലാവരും സാധാരണ രീതിയിൽ സാധാരണ കൂലിവേല ചെയ്യുന്നവരാണ്. അവർക്കൊന്നും എന്നെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അപ്പം ഇതിൻ്റെ പുറകെ ഞാൻ നടക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. ഞാൻ അങ്ങനെ പുറകെ നടന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ തിരക്കുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒന്നല്ലെങ്കിൽ ഇത് ഭരണാധികാരികൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളെ ഒന്ന് വിളിച്ചറിയിക്കണം. നമുക്കിത് എവിടെയാണ് പോകേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് കാര്യകാരണങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ഓഗസ്റ്റ് 23 അദ്ദേഹം മംഗലാപുരത്ത് തൊഴിലിന് പോവുകയും അവിടുന്ന് കടൽപ്പണിക്ക് പോവുകയും 1 മാസം പണിക്കാണ് പോയത്. ഏകദേശം 4 ദിവസം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല. ഇതിലും വലിയ രസം കുറച്ച് പേരൊക്കെ പറയുന്ന ഡയലോഗ്, അവൾ വെക്കുന്ന വീട് കണ്ടിട്ടുണ്ടോ എന്നാണ്. ഞാനും കണ്ടു. നല്ലൊരു വീടാണ്. സർക്കാരിൽ നിന്ന് മറ്റും അനുവദിച്ച 4 ലക്ഷത്തിൻ്റെ പദ്ധതിയുടെ വീടാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് തന്നെ ആ വീടിനുള്ളൂ. ചേച്ചി ജോലി ചെയ്യാൻ പോകുന്നത് ഒരു ആർക്കിടെക്റ്റിൻ്റെയൊക്കെ വീട്ടിലാണ്. അവരുടെ പരസ്യം പോലെ ഇത്രയും ഒരു 2 സെൻറ്റോ മറ്റോ ഉള്ളൂ സ്ഥലം, 2 2.5. അതിനുള്ളിൽ എങ്ങനെ നല്ലൊരു വീട് വെക്കാം എന്ന് അവരുടേതായ ഒരു പരസ്യം പോലെയാണ് ആ വീട് ചെയ്യുന്നത്. അവിടെയും സഹായം കിട്ടിയിട്ടാണ് ആ വീട് അത്ര ഭംഗിയിൽ നിൽക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ശരിയാണ്, വീടിന് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വീടുണ്ട്. ആ മോന് പഠിക്കാനായിട്ടേ അവൻ്റെ കോഴ്സ് ഫീയും ഹോസ്റ്റൽ ഫീയും ഒക്കെ ചേർത്ത് ഏതാണ്ട് 8,000 രൂപ മാസം വേണം. ഞാനൊക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് ഈ ചേച്ചി ഓരോ വീട്ടു ജോലിക്ക് പോകുന്നതാണ് കാണുന്നത്. ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളുടെ പള്ളിയിലെ സമൂഹ വിഭാഗത്തിന് ഞങ്ങൾ കാറ്റഗിസം പഠിക്കാനുള്ള കുറച്ച് കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും കല്യാണം നടക്കുന്നത്. നമ്മുടെ പള്ളിയായിട്ട് ഇടപെട്ട് ഒരു 8 or 10 കപ്പിൾസിനെ അന്ന് കല്യാണം കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നെയ്ബറായിട്ട് വന്നതിന് ശേഷം ഈ 3-4 വീട്ടിൽ പണിക്ക് പോയി തന്നെ ചേച്ചി സ്വന്തമായിട്ടൊരു സ്കൂട്ടി എടുത്തു. അതും ആർഭാടമല്ല, ഇത്രയും വീട്ടിൽ ഓടി എത്താനായിട്ടാണ്. വണ്ടിക്കൂലിയും വഴിക്കൂലിയും, ഇവിടുന്ന് കറക്റ്റ് ടൈമിന് ബസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരൊരു വീട് അങ്ങനെ ശരിയാക്കിയെങ്കിൽ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഇനി ഈ ഫീസ് അടയ്ക്കാൻ നേരത്ത് ഈ വീടിൻ്റെ ഫോട്ടോ കാണിച്ചാൽ പോരല്ലോ, ഫീസ് തന്നെ കൊടുക്കണ്ടേ?
വിശക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു പീസ് മുറിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. വീട് നല്ലതാണ്, വലിയൊരു വീട് വെക്കുന്നു, അതുകൊണ്ട് അവൾക്ക് മറ്റ് സഹായങ്ങൾ വേണ്ട, അവൾക്ക് കെട്ടിയോനെ വേണ്ട, അവരടിയാണ്, എന്തോ ആയിക്കൊള്ളട്ടെ, ഈ പിള്ളേരുടെ അപ്പൻ തന്നെയല്ലേ. അവരവരുടേതായ വഴിക്ക് അവരുടെ പരിമിതമായ അറിവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. ചേച്ചി പറഞ്ഞ പോലെ നിങ്ങളാരും സഹായിക്കണം എന്നില്ല, സഹായിച്ചില്ലേലും ഉപദ്രവിക്കാതിരുന്നൂടെ, അതല്ലേ ഒരു മര്യാദ. എത്ര അടിയെന്നും ഇടിയെന്നും പറഞ്ഞാലും കുടുംബത്തൊരാളെ കാണാതാവുമ്പോൾ ആ ഒരു ഹോൾ ഫാമിലി ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പുറകെ നടക്കാൻ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നവരോ കുരിശും മൂട് എന്നെ മാത്രം വളർത്തിയാൽ പോരല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആയതും ഒക്കെ ഈ കുരിശും മൂടും ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ കൂടെ അവരുടെയൊക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അവർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ പെരുന്നാളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്തിടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, കുരിശും മൂട് എന്നെ വളർത്തിയാൽ മാത്രം പോരല്ലോ, എൻ്റെ ഈ ചാനൽ കൊണ്ടും എന്നെ കൊണ്ടും ഇവിടുത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണ്ടേ. സാധാരണ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നേ ഞാൻ പറയാറുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാമെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഈ ഒരു ഇഷ്യൂവിൽ നീക്കുപോക്കുണ്ടാവും. ഇതിപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ കേട്ടല്ലോ, ചേച്ചി ഇവിടുന്ന് കുളച്ചൽ പോലീസ് സ്റ്റേഷൻ വരെ പോയി FIR കൊടുത്തു, ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കളക്ട്രേറ്റിൽ പോയി, കമ്മീഷണർ ഓഫീസിൽ ചേച്ചീനെ ഇവിടുന്ന് ഇടവകകാരിയും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ഈ പാവത്തിന് ഇപ്പം എന്തായാലും അറിയത്തില്ല. ചേച്ചിക്ക് മാത്രമല്ല, ചേച്ചി പറഞ്ഞ പോലെ അവരുടെ ഫാമിലിയിൽ അത്രയ്ക്കും വേണ്ടി ഹോൾഡുള്ള ആരുമില്ല. ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരോടും ബാക്കിയുള്ള ജനങ്ങളോടും ഒക്കെ ഞാൻ ചോദിക്കുക, ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വന്ന് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ആരുടെ അനാസ്ഥയാണെന്നും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുമൊക്കെ നമുക്കും അറിയണ്ടേ. അല്ലെങ്കിലുണ്ടല്ലോ, ഇനിയിപ്പോൾ ഏത് മത്സ്യത്തൊഴിലാളി മിസ്സായാലും അവരും ഇതുപോലെ ഹോപ്പ്ലെസ് ആയിപ്പോവും.